നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറച്ചു മുൻപ് രാജു പറഞ്ഞത് അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലുണ്ടെന്ന്. ഒരു പ്രാവശ്യമെങ്കിലും കാണാന്ന് കരുതി വന്നതാ ചെറിയമ്മേ. അച്ഛൻ റൂമിലുണ്ട്, പോയി കാണാം. സൂക്ഷിച്ചു പോണേ. നേഴ്സ് പറഞ്ഞതാ വിസിറ്റേഴ്സ് അലൗഡ് ആണെന്ന്. അപ്പോ അമ്മായി കയറിപ്പോയി അച്ഛനോട് അനുവാദം ചോദിച്ചു. അച്ഛൻ എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ അമ്മായി ഇറങ്ങി വന്ന് അച്ഛൻ എന്നെ കാണണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അച്ഛനെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞ് കേറി കാണാൻ നോക്കി. പക്ഷെ അമ്മായി സമ്മതിച്ചില്ല. ഇങ്ങനൊരവസ്ഥയിൽ കിടന്നിട്ടും അച്ഛൻ എന്നെ കാണണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് എന്തുമാത്രം വെറുപ്പുണ്ടായിട്ടുണ്ടാവും. ഇനി എനിക്കെന്റെ അച്ഛനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല രാജു. മാഡം, ഇങ്ങനെ ഡൗൺ ആയി പോകല്ലേ. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചാലാ ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കുക. നെഗറ്റീവായിട്ട് ചിന്തിച്ചാ നെഗറ്റീവായിട്ട് നടക്കൂ. രാജുവിനറിയോ, ഞാൻ എന്ത് കാര്യം പോസിറ്റീവായിട്ട് ചിന്തിച്ചാലും അത് നെഗറ്റീവായിട്ട് മാത്രമേ നടക്കൂ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ ചെറിയച്ഛൻ എന്നോട് പറഞ്ഞു, ടോപ്പ് മാർക്ക് മേടിച്ച ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു തരാന്ന്. ഞാൻ ആത്മാർത്ഥതയോടെ പഠിച്ചു, ടോപ്പ് മാർക്ക് വാങ്ങിച്ചു. അപ്പോ ചെറിയച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടതെന്ന്. ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, അച്ഛന്റെ കൂടെ ഒരു ദിവസം. വേറൊരു തിരക്കും അച്ഛനില്ലാതെ എന്നോടൊപ്പം മാത്രമുള്ള ഒരു ദിവസം, ഒരു 1 ഡേ ട്രിപ്പ്. ചെറിയച്ഛനെന്ന് അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒടുവിൽ അച്ഛൻ സമ്മതിച്ചു. രാജൻ അറിയാമോ, ഞാൻ എന്തുമാത്രം അന്ന് സന്തോഷിച്ചെന്ന്. കൂട്ടുകാരോടും അറിയാവുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞു അച്ഛനും ഞാനും കൂടി ടൂർ പോവാന്ന്. പക്ഷെ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. ടൂർ പോകുന്നതിന്റെ തലേ ദിവസം അച്ഛൻ പാർട്ടി മീറ്റിംഗിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയി. ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഫുള്ള് നടക്കുന്നത്. ഒരുപാട് പോസിറ്റീവായി ചിന്തിക്കും, പ്രവർത്തിക്കും. പക്ഷെ അതിന്റെ റിസൾട്ടൊക്കെ നെഗറ്റീവായിരിക്കും. മാഡം, എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. അത് വിട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മാഡത്തിന് വർമ്മ സാറിനെ കാണണോ? വേണം. മാഡം പെട്ടെന്ന് റെഡിയാവുക. നമുക്കിപ്പോ തന്നെ പോവാം. ശരി. ഇറങ്ങാം മാഡം. മാഡം, ഇതുവഴി പോ.
ദീപകേ, എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. അതെന്താ അങ്ങനെ ചോദിച്ചേ? അതല്ല, കിച്ചണിലേക്ക് വരുന്നതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി. വെള്ളം ഞാൻ എടുത്തരാ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. ദീപകിനെ അമ്പയേച്ചി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ എവിടെ? മുറിയിലുണ്ടാവും. ഓ, എന്നാ ശരി, ഞാൻ അമ്മയെ പോയി കണ്ടിട്ട് വരാം. മോളെ, നീ എന്തിനാ ഈ സമയത്ത് വന്നത്? ഞാൻ അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. കുറച്ചു മുൻപ് രാജുവ പറഞ്ഞത് അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു, വീട്ടിലുണ്ടെന്ന്. ഒരു പ്രാവശ്യമെങ്കിലും കാണാന്ന് കരുതി വന്നതാ ചെറിയമ്മേ. അച്ഛൻ റൂമിലുണ്ട്, പോയി കാണാം. സൂക്ഷിച്ചു പോണേ. ഈശ്വര, അച്ഛന്റെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഞാൻ എന്റെ ജീവിതം മാത്രം സേഫ് ആക്കാൻ നോക്കി. ദീപക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, രാജുവിന് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് കൂടിയാ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഞാൻ ചെയ്തത് അത്രയ്ക്കും വലിയ തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛനോട് മാപ്പ് ചോദിക്കാൻ പോലും ഞാൻ അർഹയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും അച്ഛനൊരു നല്ല മകളായിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അച്ഛന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നും നമ്മൾ രണ്ടാളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയായിരുന്നു. ഒരിക്കലും ഒന്നിക്കാൻ കഴിയാത്ത ജീവിതങ്ങൾ. സംഭവിച്ചത് മറ്റൊന്നല്ല. രണ്ടുപേർക്കും രണ്ട് തീരുമാനങ്ങൾ. ആഗ്രഹിച്ച കാര്യം നേടിയെടുത്ത് ഞാൻ ജയിച്ചെങ്കിലും അച്ഛൻ തോറ്റപ്പോ ശരിക്കും തോറ്റുപോയത് ഞാൻ തന്നെ. എല്ലാം എന്റെ വിധിയാണെന്ന് പറഞ്ഞ് വിധിയെ പഴിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഈ സംഭവിച്ചതെല്ലാം ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ പരിണിത ഫലമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.